ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 31 മീനമാസത്തിലെ പൂരം. മീനമാസത്തിലെ പൂരം നക്ഷത്ര ദിവസം നമ്മൾ 2 ദേവതകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഒന്ന് പാർവതി ദേവിക്കും, രണ്ടാമത്തേത് വിഘ്നേശ്വരനും. ആദ്യമായിട്ട് എന്തിനാണ് പാർവതി ദേവിക്ക് ഇത്രയും പ്രാധാന്യം മീനമാസത്തിലെ പൂരം നക്ഷത്ര ദിവസം കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, ശൂരപത്മാസുരൻ എന്ന അസുരൻ, ആ അസുരനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് ശിവപുത്രൻ ജനിക്കണം. അങ്ങനെ ഒരു വരം ശൂരപത്മാസുരൻ ബ്രഹ്മദേവനിൽ നിന്നും നേടിയിട്ടുണ്ട്. ഒരിക്കലും ശിവപുത്രൻ ജനിക്കില്ല, കാരണം മഹാദേവൻ സതീദേവിയുടെ ദേഹവിയോഗത്തിനു ശേഷം തപസ്സിലാണ്. ഇനിയൊരു വിവാഹം ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ശിവപുത്രൻ ജനിക്കില്ല എന്ന ചിന്തയിലാണ് ശൂരപത്മാസുരൻ അങ്ങനെ ഒരു വരം നേടിയത്. പക്ഷേ ശൂരപത്മാസുരന്റെ നിരന്തരമായ ഉപദ്രവം സഹിക്കവയ്യാതെ എങ്ങനെയും മഹേശ്വരൻ വിവാഹിതനാകണം, ശിവപുത്രൻ ജനിക്കണം എന്ന ഒരു ചിന്ത ദേവന്മാർക്ക് ഉണ്ടാവുകയും ദേവന്മാർ നിരന്തരം അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് കാമദേവനെ ഭഗവാന്റെ അടുക്കലേക്ക് അയക്കുന്നത്. കാമദേവന്റെ മലരമ്പാൽ ഭഗവാന്റെ തപസ്സിന് ഭംഗം വരികയും ഭഗവാൻ തൻ്റെ തൃക്കണ്ണാൽ കാമദേവനെ ദഹിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി സതീദേവിക്ക് വൈധവ്യം ബാധിച്ചു. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് സതീദേവി ഭഗവാന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. അതുകൂടാതെ മറ്റു ദേവന്മാരും ഭഗവാന്റെ അടുക്കലേക്ക് വന്നിട്ട് എന്തിനാണ് തങ്ങൾ കാമദേവനെ കൊണ്ട് ഇപ്രകാരം ചെയ്യിപ്പിച്ചത് എന്നുള്ള കാര്യം മഹാദേവനോട് പറയുന്നു. അതുകൂടാതെ കാമനില്ലാത്ത അവസ്ഥ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തിന് നാശമാണ്, സൃഷ്ടി നടക്കുകയില്ല, മനുഷ്യർക്ക് തമ്മിൽ പരസ്പരം സ്നേഹമുണ്ടാവുകയില്ല, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ സ്നേഹമുണ്ടാവുകയില്ല. അതായത് കാമനില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിന് അത് ദോഷമാണ്. അതുകൊണ്ട് അങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകരുത്, അത് ലോകത്തിന് നാശമാണ് എന്നുള്ള കാര്യം കൂടി ബ്രഹ്മദേവൻ മഹാദേവനോട് പറയുന്നു. മഹാദേവന് കാര്യം ബോധ്യപ്പെട്ടു. എങ്കിലും താൻ വിവാഹം കഴിക്കുന്ന ആ സമയത്ത് കാമദേവനെ ജീവിപ്പിക്കാം എന്ന് കാമദേവന്റെ പ്രിയപത്നിയായ രതീദേവിക്ക് ഭഗവാൻ വാക്കു നൽകുന്നു. അങ്ങനെ ഭഗവാൻ വിവാഹത്തിന് തയ്യാറെടുക്കുന്നു. ആ സമയത്ത് പാർവതീദേവി ഭഗവാനെ പതിയായി ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തപസ്സു ചെയ്യുന്ന സമയമാണ്. പിന്നീട് ഭഗവാൻ പാർവതീദേവിയെ പരീക്ഷിക്കാനായി ഒരു ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് ദേവിയുടെ അടുക്കൽ പോകുന്ന ആ ഭാഗമൊക്കെ ശിവപുരാണത്തിലും സ്കന്ദപുരാണത്തിലും ഒക്കെ തന്നെ വളരെ വിശദമായി പറയുന്നുണ്ട്. അത് നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. അങ്ങനെ ഭഗവാന്റെ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം വിജയിച്ച് ഭഗവാൻ ദേവിയെ, അംബികയെ വിവാഹം കഴിക്കാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ വിധിപ്രകാരം ഭഗവാന്റെ വിവാഹം നടക്കാൻ പോവുകയാണ്. അങ്ങനെ ഭഗവാന്റെ വിവാഹം നടക്കുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട്, അതായത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഭഗവാൻ ഹിമവാന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ വിവാഹം നടക്കാൻ പോവുകയാണ്. ആ സമയത്ത് രതിദേവി ഭഗവാന്റെ അടുക്കലേക്ക് വരികയും തൻ്റെ ഭർത്താവിനെ ജീവിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതനുസരിച്ചിട്ട് പാർവതീദേവിയുടെ അപേക്ഷയും കൂടി പരിഗണിച്ചുകൊണ്ട് ഭഗവാൻ കാമദേവനെ ജീവിപ്പിക്കുന്നു. അങ്ങനെ ഭഗവാൻ കാമദേവനെ ജീവിപ്പിച്ച ദിവസം അത് മീനമാസത്തിലെ പൂരം നക്ഷത്ര ദിവസം ആണ് എന്നാണ് വിശ്വാസം. ആ വിശ്വാസം അനുസരിച്ചിട്ട് അന്നത്തെ ദിവസം, അതായത് മീനമാസത്തിലെ പൂരം നക്ഷത്ര ദിവസം, ഭക്തജനങ്ങൾ മഹാദേവനെയും ശ്രീ പാർവതീ ദേവിയെയും പൂജിക്കാറുണ്ട്. അന്നത്തെ ദിവസം ഭക്തർ വെളുത്ത വസ്ത്രം ധരിക്കുകയും ഭസ്മവും കുങ്കുമവും
തൊടുകയും ചെയ്യാറുണ്ട്. ഭസ്മവും കുങ്കുമവും നെറ്റിയിൽ തൊട്ട് നാമം ജപിച്ച് ഇരിക്കാറുണ്ട്. ഓം നമഃശിവായ എന്ന മന്ത്രവും പാർവതീദേവിയുടെ നാമങ്ങളും ജപിച്ച് അന്നേ ദിവസം ഭക്തർ പ്രാർത്ഥിക്കാറുണ്ട്. നെടുമാംഗല്യത്തിനും നല്ല വിവാഹത്തിനും വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും സുഖകരമായ വിവാഹ ജീവിതം ലഭിക്കുന്നതിനും ഒക്കെ തന്നെ ഈ ദിവസം മഹേശ്വരനെയും പാർവതീദേവിയെയും പ്രാർത്ഥിക്കാറുണ്ട്. വെളുത്ത വസ്ത്രമാണ് ധരിക്കേണ്ടത്. വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത്, ദേവിക്ക് അർച്ചന ചെയ്യുന്നത്, ഭഗവാന് കൂവളത്തിലകൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഭഗവാന് ധാര ചെയ്യുന്നതും ദേവിക്ക് വിളക്ക് തെളിയിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. ധാരാളം ഭക്തജനങ്ങൾ ഈ മീനമാസത്തിലെ പൂരം നക്ഷത്ര ദിവസം മുതൽ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ മലയാള മാസത്തിലെയും പൂരം നക്ഷത്ര ദിവസം, അതായത് തുടങ്ങുന്നത് മീനമാസത്തിലെ പൂരം നക്ഷത്രം മുതൽ പിന്നീട് അങ്ങോട്ടുള്ള 7 മാസം അടുപ്പിച്ച് മലയാള മാസം 7 മാസത്തിലെ പൂരം നക്ഷത്ര ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടി മത്സ്യമാംസാദി ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി ഒരിക്കലുണ്ട് ഭഗവാനെയും ഭഗവതിയെയും പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന കുട്ടികൾ, പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ, അവരുടെ സുഖകരമായ ജീവിതത്തിന് നല്ല വിവാഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്രകാരം ചെയ്യാറുണ്ട്. അതുപോലെ അന്നത്തെ ദിവസം വളരെ പ്രാധാന്യമുള്ള മറ്റൊരു ദേവതയാണ് വിഘ്നേശ്വരൻ. മലയാളികൾ പൊതുവെ വിഘ്നേശ്വരനെ മീനമാസത്തിലെ പൂരം നക്ഷത്ര ദിവസം പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവാന്റെ രൂപം ഉണ്ണി ഗണപതിയാണ്. ശിശുരൂപത്തിലുള്ള ഗണപതിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളും നീങ്ങുന്നതിനും വിദ്യ ലഭിക്കുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും രോഗദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും ജീവിതത്തിലെ തടസ്സങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനുമൊക്കെ തന്നെ ഉണ്ണി ഗണപതിയെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം മലയാളികൾക്കുണ്ട് മീനമാസത്തിലെ പൂരം നക്ഷത്ര ദിവസം. ശ്രദ്ധിക്കാനുള്ളത് ഉണ്ണി ഗണപതിയെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ക്ഷേത്രത്തിലാണെങ്കിൽ ഉണ്ണിയപ്പത്തിന് നമുക്ക് എഴുതിക്കാം. ഉണ്ണിയപ്പം കൊണ്ട് ഭഗവാനെ ഇങ്ങനെ മൂടുന്ന ഉണ്ണിയപ്പം മൂടൽ എന്ന് പറയുന്ന ചില വഴിപാടുകളൊക്കെ ക്ഷേത്രങ്ങളിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിലാണെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മോദകം നല്ലതാണ്. മധുരമുള്ള എന്ത് പലഹാരങ്ങളായാലും, ലഡ്ഡുവായിക്കോട്ടെ, എന്തായാലും അതിങ്ങനെ ഒരു കൊച്ചുകുട്ടി എന്ന നിലയിൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള മധുര പലഹാരങ്ങളൊക്കെ തന്നെ അതിങ്ങനെ എടുത്തു വെക്കുമ്പോൾ, നമ്മളൊരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ എടുത്തു വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു കൊച്ചു കൂമ്പാരമായിട്ട് എടുത്തു വെക്കണം. കാരണം കുട്ടികൾക്ക് അത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. 1-2 എണ്ണം ഇങ്ങനെ പാത്രത്തിൽ എടുത്തു വെക്കുമ്പോൾ പിള്ളേർക്കത് അത്ര ഒരു താല്പര്യം കാണില്ല. പിന്നെയും തിന്നണമെന്നുള്ള തോന്നലുണ്ടാവും. കാരണം കൊച്ചു കുട്ടികളല്ലേ, അവർക്ക് മധുരം ഇഷ്ടമാണ് താനും. അതുകൊണ്ട് ഒരു കൊച്ചു പാത്രമാണെങ്കിൽ പോലും ആ പാത്രത്തിൽ ഇങ്ങനെ കൂമ്പാരം പോലെ വെക്കണം. ലഡ്ഡു ആയിക്കോട്ടെ, ജിലേബി ആയിക്കോട്ടെ, ഉണ്ണിയപ്പം ആയിക്കോട്ടെ, ഇനി പഴങ്ങളായിക്കോട്ടെ, എന്തായാലും അവരുടെ കണ്ണിങ്ങനെ നിറയണം. ആ രീതിയിൽ പലഹാരങ്ങൾ സമർപ്പിച്ച് ഉണ്ണി ഗണപതിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 ദേവതകളെയാണ് പ്രാർത്ഥിക്കുന്നത്. മലയാളികൾ ഭദ്രകാളി ദേവിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മീനമാസത്തിലെ പൂരം നക്ഷത്ര ദിവസം പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പാർവതി ദേവിക്കും ശിവഭഗവാനും വേണ്ടിയിട്ടുള്ള പൂജകൾ ചെയ്യുക, പ്രാർത്ഥനകൾ ചെയ്യുക. ഭദ്രകാളി ദേവി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ ഭഗവതിയുടെ ക്ഷേത്രം സന്ദർശിക്കുകയും ദേവിക്ക് പ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് പിന്നീട് ഉണ്ണി ഗണപതിയെ, ബാലഗണപതിയെ പ്രാർത്ഥിക്കുക. ഭഗവാന് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.